സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പൊ എല്ലാവരും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ ലൈക്ക് അടിക്കുന്നതിനോട് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, പക്ഷെ എനിക്കൊരു ലൈക്ക് കിട്ടും. നിങ്ങൾ അടിക്കുന്ന ആ ലൈക്കിൽ എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെന്നറിയോ? അപ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തൂടെ? പ്ലീസ് ഒരു ലൈക്ക് അടിക്കണേ. ഓക്കെ, നമുക്ക് എന്തായാലും കടലിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നലെ പ്രമോയിൽ കണ്ട പോലത്തെ ആ ടാസ്ക് ഇപ്പൊ ലൈവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. ഇപ്പൊ ശ്രീലേഖയാണെങ്കിൽ രതീഷിന്റെ കൂടെയാണ് ഇങ്ങനെ പൂവാലൻ പുറകെ ഓടിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വേണ്ട നീ പോ, എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞിങ്ങനെ അവോയ്ഡ് ചെയ്യില്ലേ, അങ്ങനെ ഒരു പരിപാടിയാണ് ഇവര് തമ്മിൽ അവതരിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് ശ്രീലേഖ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് കുറച്ച് നല്ല രസമുള്ള ഡയലോഗ് ആയിരുന്നു കേട്ടോ. ആ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: നാട്ടുകാർ ഓടി വരുന്ന ഈ പ്രാന്തനെ ആരെങ്കിലും പിടിച്ചിട്ട് പോകുമോ എന്നൊരു ഡയലോഗ് ആയിരുന്നു. അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ആയിരുന്നു. എന്തായാലും രതീഷ് അടിച്ചു പൊളിക്കുന്നു പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ കയ്യിലുള്ള കണ്ടന്റ് തീർന്നു, അല്ലെങ്കിൽ ശ്രീലേഖയുടെ പുറകിൽ ഓടിക്കഴിഞ്ഞിട്ട് ആ വിഷയം ചാപ്റ്റർ ക്ലോസ് ആയി പറഞ്ഞപ്പോ വേഗം പോയിട്ട് അഭിഷേകിനെ പൊക്കി എടുത്തിട്ട് നല്ലൊരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പൂക്കളെ അങ്ങനെ കുറെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ നീ എന്താ ചെയ്തത് ചോദിക്കുമ്പോ അഭിഷേക് പറയുന്നതായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ആ ചേച്ചിക്ക് പൂ മാത്രമേ കൊടുത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഫൺ ടാസ്ക് ആട്ടോ. അർജുനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അർജുന്റെ സ്ലാങ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ് സുഖളേ, ആ രീതിയിലുള്ള ഒരു സംഭവമാണ് അർജുന്റേത്. പിന്നെ ഇവൻ സിജോന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ട് അത്രയ്ക്ക് അഗ്ലി അല്ല, മീൻസ് അത്രയ്ക്ക് ഫണ്ണ് ഒരു ക്യാരക്ടർ അല്ല, ഒരുമാതിരി ഇച്ചിരി സീരിയസ്നെസ് ഉള്ള ഒരു ക്യാരക്ടർ മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല ഫൺ ടാസ്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരുണ്ടല്ലോ അഭിനയിക്കാൻ, ഗബ്രി, ജാസ്മിൻ, അങ്ങനത്തെ കുറച്ച് ഗ്യാങ് ഉണ്ടല്ലോ, അവരും കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടറിയാം. എന്തായാലും പവർ ടീം ഇവർക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പവർ ടീം ഇതിൽ എങ്ങനെ മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കണേ. ബൈ.